കരുനാഗപ്പള്ളി നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. വികസന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം വനിതകൾക്കാണ്. 12-നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ തെരഞ്ഞെടുക്കുന്നത്. കരുനാഗപ്പള്ളി നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചു. നഗരസഭാ ചെയർമാൻ പി സോമരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കമ്മിറ്റികൾ രൂപീകരിച്ചത്. 37-അംഗ സമിതിയിൽ നിന്നാണ് പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചത്. ധനകാര്യം, ആരോഗ്യം, പൊതുമരാമത്ത്, വികസന, വിദ്യാഭ്യാസ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് നിലവിൽ വന്നത്. ഇതിൽ വികസന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം വനിതകൾക്കാണ്. കമ്മിറ്റികളുടെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഈ മാസം 12-ന് നടക്കും. റിട്ടേണിംഗ് ഓഫീസർ ആർ ബിന്ദു, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ ബിജു, സെക്രട്ടറി സന്ദീപ്, വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടിക്രമങ്ങൾ. മരാമത്ത് കാര്യം, വിദ്യാഭ്യാസ, കലാകാര്യം, ഈ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഈ ഓർഡർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യം നമ്മൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള വനിതാ പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ വനിതാ പ്രതിനിധികളെ മുഴുവൻ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ മറ്റ് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടത്തുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ വനിതാ പ്രതിനിധിയെ നമുക്കിന്ന് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും നമ്മൾ യോഗം ചേർന്ന് വനിതാ പ്രതിനിധി തെരഞ്ഞെടുപ്പിന് ശേഷമേ മറ്റ് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള വനിതാ പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.